രാവിലെ മുതൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ, അതിനെ തുടർന്ന് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ഷഫീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗായത്രി ബാബു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോപൻ, കോൺഗ്രസ് കൗൺസിലർ ശ്രീ ആക്കുളം സുരേഷ്, അതോടൊപ്പം തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവരും ഇന്ന് നമ്മളോടൊപ്പം ഈ വൈകുന്നേരമുണ്ട്. തലസ്ഥാന നഗരിയിൽ മാലിന്യ കൂമ്പാരത്തിൽ ഒഴുക്ക് തടസ്സപ്പെട്ട ഇടത്ത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ജോയിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും നമുക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ 2 പേരടങ്ങുന്ന സ്കൂബ ടീം ഈ ടണലിൻ്റെ ഏതാണ്ട് 180 മീറ്റർ നീളമുണ്ട് ഈ ടണലിനെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനടിയിലേക്ക് ആദ്യം നിമിഷങ്ങൾ നേരം അവിടെ ഒന്ന് പോയി അവർ തിരികെ വന്നു. ഇപ്പോഴും അവിടെ അവർക്കത് വളരെ ശ്രമകരമായിരിക്കും ഈ രക്ഷാദൗത്യം എന്നാണോ ഈ സ്കൂബ ടീം പറയുന്നത്? ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം എപ്പോഴുണ്ടാകും ഷഫീദ്? ഇത് അനന്തമായി നീളുകയാണല്ലോ ഈ തിരച്ചിൽ. ഗോപികൃഷ്ണൻ, അങ്ങനെ ഒരു പോസിറ്റീവായ സൂചന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ റെയിൽവേ ഭൂമിയാണിത്. അതായത് തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂർ പ്രധാനപ്പെട്ട റോഡിന് സമീപത്തുള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 സമീപത്തുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ഭാഗം, അതിനുശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. അതായത് റോഡിൽ നിന്ന് കുറച്ച് ഭാഗം തുറന്ന പ്രദേശം, അതിനുശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിൽ കൂടെ പോകുന്ന ടണൽ, അവിടെയാണ് ഈ കാര്യമായിട്ടുള്ള മാലിന്യം കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റു ചിലരും ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ പ്രവൃത്തി തുടങ്ങിയത്. പക്ഷേ അതിനിടയിലാണ് കാര്യമായ മഴയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇതിനകത്തേക്ക് വീഴുകയായിരുന്നു, അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആ കൂടെ ഉണ്ടായിരുന്നവർ റെയിൽവേ അധികൃതരെയും അതേപോലെ തന്നെ നഗരസഭയിലെ മറ്റാളുകൾ ഫയർഫോഴ്സിനെ അടക്കം ഷഫീദ് വരാം. എനിക്കൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഷഫീദ് റെയിൽവേ കരാർ ജോലി ഏൽപ്പിച്ച ഒരു ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു, ഒരു താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ് ഇപ്പോൾ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയി എന്നാണ്. ഏതായാലും ജോയി 42 വയസ്സാണ്. ജോയിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്, പരിശോധനകൾ നടക്കുന്നു. ഇപ്പോഴും ഈ മാലിന്യ കൂമ്പാരം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. ആ മാലിന്യ കൂമ്പാരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോയിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുമോ എന്ന് പരതുകയാണ് സത്യത്തിൽ അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. ഷഫീദ്, ഈ റെയിൽവേ കരാറുകാരനായ ജീവനക്കാരനായിരുന്നു ഈ മാരായമുട്ടം സ്വദേശി ജോയി? ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. അതായത് റെയിൽവേ ആണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ നഗരസഭ ഒരു നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് നടത്തുകയാണ്. കഴിഞ്ഞ 6 മണിക്കൂറായി ഫയർഫോഴ്സിനെ സംബന്ധിച്ച മനുഷ്യസാധ്യമായതെല്ലാം ഫയർഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കുന്നുകൂടിയ മാലിന്യമായിരുന്നു. അത് ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 8ഓളം തവണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ ഈ ടണൽ മുഖത്തുകൂടി അകത്തേക്ക് തെരച്ചിൽ നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ മാലിന്യം ഈ രീതിയിലായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ടാണ് ഈ മാലിന്യം നീക്കിയത്. ഹ്യൂമൻ എഫോർട്ട് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചധികം നേരം ഇതുമായി ബന്ധപ്പെട്ട ഈ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ശ്രമം നടത്തി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഈ JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ നേരത്തെയും ഈ പ്രദേശം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത്, ഒരു നോട്ടീസ് അത് റെയിൽവേക്ക് നൽകിയിരുന്നു. പക്ഷേ 7 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നഗരസഭ റെയിൽവേയെ അറിയിച്ചതാണ്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ ഈ ഭാഗത്ത്, അതായത് ഇത്രയും വരുന്ന പ്രദേശം അത് റെയിൽവേ പരിധിയിലാണ്, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആ മാലിന്യം നീക്കാനുള്ള നടപടികൾ കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് കൂടി ഈ അപകടത്തിന് കാരണമായി. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായതും ഈ മാലിന്യ കൂമ്പാരമായിരുന്നു. ഏതായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ഈ അപകടത്തെക്കുറിച്ച് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് എടുത്തു പറയാനുള്ളത് 6 മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തന നീക്കം, തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായി നടക്കുന്നു. ഫയർഫോഴ്സ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വലിയ തരത്തിലുള്ള തിരച്ചിലും പരിശോധനയും നടക്കുകയാണ്.
ഇത്രയും സമയമായി 6 മണിക്കൂറായും അതിനകത്തൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയം മുൻപ് നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർ റെയിൽവേക്ക് നൽകിയ ഒരു നോട്ടീസിന്റെ പകർപ്പ് നമ്മൾ കാണിച്ചിരുന്നു. അതായത് ഈ നിൽക്കുന്നത് തമ്പാനൂർ റോഡിന്റെ ഈ ഭാഗത്തേക്ക് ഈ ടണൽ അതിന് അടുത്തുള്ള റെയിൽവേ ഭാഗം അത് മുഴുവൻ വരുന്നത് റെയിൽവേ പരിധിയിലാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്ക് റെയിൽവേക്ക് കത്ത് നൽകിയെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നഗരസഭ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ റെയിൽവേയുടെ ഈ ഭാഗത്ത് ഇത് നീക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ടണലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഫയർഫോഴ്സ് ക്യൂബ സംഘത്തിന്റെ പ്രവർത്തനം അത് നമ്മൾ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ 2 പേർ അവിടേക്ക് പോയിരുന്നു. ഈ വടമൊക്കെ കെട്ടിയിട്ടാണ് അവർ അവിടേക്ക് പോയത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന് ശേഷം അങ്ങോട്ടേക്ക് കുറച്ച് മീറ്ററുകൾ അത് ഈ തുരങ്കം തന്നെയാണ്, ഈ ടണൽ തന്നെയാണ്. അവിടേക്ക് എത്താൻ കഴിയും. അവിടെ എവിടെയെങ്കിലും ജോയ് തട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയമായി നമുക്ക് ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഫയർഫോഴ്സിനെ ജോയ് മാത്രമായിരുന്നില്ലല്ലോ, ജോയ്ക്കൊപ്പം എനിക്ക് തോന്നുന്നു 2-3 പേര് കൂടി ഉണ്ടായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ. ജോയ് ഒഴുക്കിൽപ്പെട്ടത് കണ്ടവരുണ്ടോ? ജോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും ദൃക്സാക്ഷികളായി ഉണ്ടോ ജോയ് ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് കണ്ടവർ? ഒപ്പം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ബൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമാകുന്നത് അവിടെ കുറച്ച് കല്ലുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രവുമല്ല ഇതിലെ ഇപ്പോൾ അവശേഷിക്കുന്ന മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നഗരസഭ അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് നഗരസഭയുടെ JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നഗരസഭ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവ സ്ഥലത്തേക്കുണ്ട്. മാത്രമല്ല മറ്റ് ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ അല്ലെങ്കിൽ സ്ക്യൂബ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളെ തുടരുന്നു. ഗോപികൃഷ്ണൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തടസ്സം നേരിട്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ആദ്യമുണ്ടായിരുന്ന മാലിന്യം, ആ മാലിന്യം ഏതാണ്ട് പൂർണ്ണമായും ഇതിന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മാലിന്യമൊന്നും ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ടണലിനകത്തേക്ക്, അതായത് അഭിലാഷ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ അതിനകത്ത് ഈ ടണലിന്റെ അകത്തേക്ക് നമുക്ക് ആ ഭാഗം കാണാൻ കഴിയും. അതിനകത്തേക്ക് കയറണമെങ്കിൽ വലിയ എഫേർട്ട് എടുക്കും. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു സ്ക്യൂബ ടീം അംഗം അകത്തേക്ക് കയറാൻ പോകുന്നു. അദ്ദേഹം എല്ലാ എക്യുപ്ഡ് ആണ്. അദ്ദേഹം അകത്തേക്ക് കയറി തിരച്ചിൽ നടത്തുന്നു. നേരത്തെ കുറച്ച് മീറ്റർ അകത്തേക്ക് പോയിരുന്നുവെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് പോകുന്നു. വശങ്ങളിലേക്കടക്കം പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നഗരസഭയുടെ അടക്കത്ത് നടക്കം ഈ സംഭവം ഉണ്ടായി തൊട്ടടുത്ത മണിക്കൂറടക്കം നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടെത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകളായി തുടരുന്ന ഒരു രക്ഷാപ്രവർത്തനം അത് നമുക്ക് തിരുവനന്തപുരം തമ്പാനൂരിൽ കാണാം. ഇപ്പോൾ തടസ്സമാകുന്നത്, ഇപ്പോൾ ടെക്നിക്കലി തടസ്സം കുറച്ച് പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ എത്രയും പെട്ടെന്ന് കുറച്ച് കല്ലുകളുണ്ട്, അത് നീക്കം ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ വശങ്ങളിൽ കൂടി പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്ക്യൂബ സംഘം. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി